ഇപ്പോഴീ കാര്യം പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി എത്ര വലിയ കള്ളനായാലും ഇവിടെ വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, കള്ളന്മാർക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം മേർജി? അതായത് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഈ സേഫ് വളരെ സേഫ് ആണ്. ഇതിനെ ആർക്കും തന്നെ തകർക്കാനാവില്ല. അയ്യോ, സേഫിനും കള്ളന്മാരുടെ അഭ്യാസത്തിനും എന്താ റിലേഷൻ? അതായത് ഒരു കള്ളനും ഇത് തകർക്കാനായില്ലെങ്കിൽ പിന്നെ ഞാനൊരു കള്ളനെ പിടിച്ചിട്ട് ഇടിച്ച് ചട്നിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാതെ അവനെ എടുത്തിട്ട് പന്താടേണ്ട ആവശ്യമില്ലല്ലോ. മൊത്തത്തിൽ സേഫ്, എല്ലാം സേഫ് ആണെന്നർത്ഥം. ആർക്കും ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി സൺസിറ്റിയിലുള്ള ജനങ്ങൾ മുഴുവൻ സമാധാനത്തോടെ ജീവിക്കുമല്ലോ. അയ്യോ, ചുറ്റി വളച്ച് സംസാരിച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് മുകളിൽ സ്വെറ്റർ വന്ന് വീഴട്ടെ. അയ്യോ അയ്യോ അയ്യോ, മേയറ് താനൊന്നും ഒരിക്കലും നന്നാവില്ലടൂ. ഹലോ മേയർ, നിങ്ങൾ അകത്തേക്ക് വരൂ. ഈ സേഫ് വളരെ അൺസേഫ് ആണെന്ന് തോന്നുന്നല്ലോ. മമ്മി, നീ പറഞ്ഞത് വളരെ ശരിയാണ് മേയർ. ഇനി സൺസിറ്റിയിൽ ഒരു കാര്യം സേഫ് ആയിരിക്കില്ല. ഓരോ സേഫിന്റെ ഹാൻഡിലും ഞാൻ തകർത്ത് തരിപ്പണമാക്കും. തോടോ ഫോടോ എല്ലാ കാര്യത്തെയും ഡിസ്മാൻഡിൽ ചെയ്യുന്നവനാണ്. സർ, ഇവൻ മൂൺ ടൗണിന്റെ ഏറ്റവും ഫേമസ് പിന്നെ ഡേഞ്ചറസ് ആയ കള്ളനാണ്. തോടോ ഫോടോ. അവൻ തോടോ ഫോടോ ആയിരുന്നാലും ഏത് ക്രിമിനൽ ആയിരുന്നാലും ശരി, ചട്പട്ടിന്റെ ഖണ്ഡിന് മുൻപിൽ അവൻ സറണ്ടർ ആയേ പറ്റൂ. അറിയാതെയോ നീ എന്നെ പിടിക്കാൻ ട്രൈ ചെയ്താൽ ജട്പട്ട്, അടുത്ത മിനിറ്റിൽ നീ ഒറ്റയടിക്ക് മേലേക്ക് അങ്ങ് പോകും. മനസ്സിലായോ? തോടു ഫോടു, അവിടെ നിക്കേ. താഴെ ഫുൾ ഫോഴ്സ് ഉണ്ട്. ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മര്യാദയ്ക്ക് ആ ബാഗ് എനിക്ക് തിരിച്ചു തന്നേക്കേ. എന്നിട്ട് ചെയ്ത തെറ്റ് ശരിയാക്ക. ഏത് ഫോഴ്സിനെ കുറിച്ചാണ് നീ ഇപ്പൊ സംസാരിക്കുന്നത് കൊച്ചു ചെക്ക? ഇവരാണോ? ഇവരെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു നോക്കിക്കോ. ഇതുപോലൊരു സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അവരെല്ലാവരെയും ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് എങ്ങനെ ഓടിപ്പിച്ചതെന്ന് കണ്ടതല്ലേ? ഇനി അത് ഒരിക്കലും നടക്കില്ല. റോങ് എത്ര സ്ട്രോങ് ആയാലും ശരി, റൈറ്റിനോട് ജയിക്കാനാവില്ല. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ കാറോ പക്ഷെ നിന്റെ തലയിലുള്ള നട്ടും ബോൾട്ടൊക്കെ ലൂസായി പോയെന്നാ തോന്നുന്നത്. ഇപ്പൊ ഈ കാറിനെ ഞാൻ പീസാക്കി മാറ്റും, നീ നോക്കിക്കോ. ഇത്രയ്ക്കൊന്നും ധൃതി വെക്കരുത് കീക്കോ, ഞാൻ ആ ഗെയിം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഹെലികോപ്റ്ററിന്റെ ഫാൻ തകർന്നു പോയി. ഇനി എന്ത് ചെയ്യും? മമ്മി രക്ഷിക്കണേ. സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 67. മേയർ, പൈലറ്റ് അങ്കിൾ, ജമ്പ് ചെയ്തോളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ കേക്കില്ലല്ലേ? ഇപ്പൊ ഞാൻ നിന്നൊരു വഴിയാക്കാൻ നോക്കിക്കോ. അപ്പൊ നമുക്ക് പിന്നെ കാണാം കീക്കോ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 224. ഓക്കെ ബഡി. താങ്ക് യു കിക്കോ. താങ്ക് യു സൂപ്പർ സ്പീഡോ. ബഡി, എത്രയും പെട്ടെന്ന് നമുക്ക് തോടോ ഫോടോയെ പിടിക്കണം. യെസ് കിക്കോ. അയ്യോ മേരെ, നിങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ഒരു എമർജൻസി ലാൻഡിംഗ് കാരണം എനിക്ക് ശ്വാസം മുട്ടിപ്പോയി. എന്ന് വെച്ചാൽ നിങ്ങളെ ആ തോടോ ഫോടോ തോൽപ്പിച്ചെന്ന് പറയാണോ? എന്റെ കോൺസെൻട്രേഷൻ ഒരല്പം ഡൈവേർട്ട് ആയി പോയി. ഇല്ലെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ലായിരുന്നു. ഒരു കാര്യം അറിയോ,
ചില വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ സേഫ് തകർക്കുന്ന ഒരു കള്ളനെ ഇടിച്ചവന്റെ എല്ലുകളൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട്. കാര്യായിട്ട് പറയണോ മേയർ അങ്കിൾ? അല്ല പിന്നെ, ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതൊക്കെ കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് മുകളിൽ വഴുതിനിങ്ങ വന്ന് വീഴട്ടെ. എന്ന് വെച്ചാ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ച കള്ളമല്ലേ? സാധാരണ കള്ളമല്ല, സൂപ്പർ ഡൂപ്പർ പച്ചക്കള്ളം. മേയറെ, താനൊന്നും ഒരിക്കലും നന്നാവില്ലടോ. കീക്കോ, നീ എന്താ ഇത്രയ്ക്ക് ടെൻഷൻ ആകുന്നത്? നീ ഇവിടെ ഉള്ളത് വരെ ഏതൊരു റോങ്ങിനും റൈറ്റിനെ തോൽപ്പിക്കാനാവില്ല. ഒരിക്കലും നടക്കില്ല, ഒരു കാലത്തും ചെയ്യാനാവില്ല. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. തോഡോ ഫോഡോ വളരെ ഡേഞ്ചറസ് ആയ ആളാണ്. അവനവന്റെ ഗണ്ണുപയോഗിച്ച് സൂപ്പർ സ്പീഡേക്ക് ഒരു ഡാമേജും ഉണ്ടാക്കരുത്. ജൂനിയർ അങ്കിൾ, നിങ്ങൾ ആ ടോഡോ ഫോഡോയെ മൂൺ ടൗണിന്റെ ഡേഞ്ചറസ് കള്ളൻ എന്നല്ലേ പറഞ്ഞത്? അവനെ കുറിച്ച് മറ്റെന്തെങ്കിലും അറിയാമോ? തോടോഫോടോ എപ്പോഴും ടഫായ സേവ്സ് തകർത്തിട്ട് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. മൂൺ ടൗണിലെ ജനങ്ങൾ എന്നെയും സാറിനെയും ഈ കേസ് ഡീൽ ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുക. ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഏതൊരു കേസും ഡീൽ ചെയ്താലും ശരി, അത് ഉടൻ തന്നെ സോൾവ് ചെയ്തെന്ന് എല്ലാവർക്കും അറിയാം. കലക്കി സാർ, എന്തൊരു പോയിന്റാ പറഞ്ഞത്. നോട്ട് പാഡിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. പക്ഷെ ജൂനിയർ അങ്കിൾ, അതൊന്ന് തെളിച്ച് പറയാമോ? ചട്പട്ട് അങ്കിൾ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, ആ തോഡോ ഫോഡോ നാളെ വേറെ സിറ്റിയിൽ നിന്ന് വരുന്ന ഡയമണ്ട്സിനെ അടിച്ചു മാറ്റാൻ തീർച്ചയായും എത്തും. അവിടെ വെച്ച് നമുക്ക് തോഡോ ഫോഡോയെ തടഞ്ഞു നിർത്തണം. ഈ സൺ സിറ്റിയിലെ ജനങ്ങൾ ശരിക്കും മരം മണ്ടന്മാരാ. അതുകൊണ്ടാണ് ഈ ഡയമണ്ട്സ് നിറച്ച ട്രെയിലറെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഒരു കണക്കിന് അതും നല്ലതാ. ഇനി അവരുടെ ടൈം ഒരുപാടൊന്നും വേസ്റ്റ് ആവില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് ഏതൊരു സേഫിന്റെ ലോക്കും ഞാൻ തകർക്കും. തോടോ പോടോ ഏതൊരു സാധനത്തിനെയും ഡിസ്മാന്റിൽ ചെയ്യുന്നവനാ. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ തോടോ പോടോയോട് കളിച്ചാൽ എന്താകുമെന്ന്. ഇൻസ്റ്റന്റ് ആയിട്ട് ഏതൊരു സേഫിന്റെയും ഹാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നവനാണ് ഞാൻ. തോടോ പോടോ ഏതൊരു സാധനവും ഇൻസ്റ്റന്റ് ആയിട്ട് ഡിസ്മാന്റിൽ ചെയ്യുന്നവനാണ്. നീ കാരണമാണ് എന്റെ സൂപ്പർ ബൈക്ക് പീസ് ആയി പോയത്. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ.
ഈ ഇഷ്ടമാണ് വേഗം കയറി പുറകിലിരിക്കൂ. ഷടോ മേരെ, തന്നെ കൊണ്ടൊന്നും പറ്റില്ല. ആ സൈക്കിൾ ഞാൻ ഓടിക്കാം. ഇഷ്ടോടു പോടു നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ കാര്യം പോക്കാണ്. മമ്മി രക്ഷിക്കണേ. എടാ മരമണ്ട, ഇപ്പൊ ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ്. അത് അനുഭവിക്കാൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറായിക്കോളൂ. തോടു ഫോടോ, നിന്നെ പാഠം പഠിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. സൂപ്പർ സ്പീഡോ, ടെമ്പോ അണ്ണയും മേയർ അങ്കിളിനെയും നീ കൂട്ടിക്കൊണ്ടു പോയിക്കോ. ഓൾറൈറ്റ് ബഡി. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ് ബഡി, ആ റേസിൽ നിന്ന് ജസ്റ്റ് മിസ് എസ്കേപ്പ് ആയി. പക്ഷേ എന്റെ സിസ്റ്റം ടോട്ടൽ റിപ്പയർ ചെയ്തേ പറ്റൂ. ഇപ്പൊ നിന്റെ കൂട്ടുകാരനെ എന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ആർക്കും ആവില്ല. വേഗം ചെന്ന പാറയുടെ പുറകിൽ പതുങ്ങിയിരിക്കുക. സിസ്റ്റം ഓട്ടോ റിപ്പയർ ഓൺ. എടാ കൊച്ചു ചെക്ക, ഫൈറ്റ് ഒക്കെ നീ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ നീ നിന്റെ ശത്രുവിനെ സെലക്ട് ചെയ്ത് തെറ്റിപ്പോയി. കീക്കോ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. മമ്മി അയ്യോ, സൂപ്പർ സ്പീഡോയും റിപ്പയർ ചെയ്ത് തീർക്കാൻ സമയം പിടിക്കും. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ നിന്റെ നല്ല ഹെൽത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്ക. DM റേസ് കാരണം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഡിസ്മാൻഡിലായി പോകും. മമ്മി രക്ഷിക്കണേ. തോടോ ഫോഡോയുടെ ആ ഡിസ്മാന്റിൽ ഗൺ ടൂൾസ് ആൻഡ് മെഷീൻസിനെ മാത്രമേ അഫക്ട് ചെയ്യുന്ന തോന്നുന്നേ. നിന്റെയും നിന്റെ സൂപ്പർ സ്പീഡോയുടെയും കഥ അവസാനിച്ചു. ഗെയിം ഓവർ. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 10. ഓക്കെ ബഡി. കീക്കോ നിന്റെ ധീരനായ ഫ്രണ്ടിന്റെ കഥ ഇതോടെ അവസാനിച്ചെന്ന് കരുതിക്കോ. ഇപ്പൊ നിന്നെയും ഞാൻ അവന്റെ കൂടെ തന്നെ പറഞ്ഞേച്ചേക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് ഏതൊരു സേഫിന്റെ ഹാൻഡിലും ഞാൻ തകർക്കും. ഇതോടോ പോടോ എല്ലാ സാധനങ്ങളും ഡിസ്മാൻഡിൽ ചെയ്യുന്നവനാണ്.
ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. സാർ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളെ മലപ്രദേശങ്ങളിലെ റോഡിലേക്ക് പോയാലെന്താ? വേണ്ടാതിരിക്കെ ഒരു പ്രാവശ്യം ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ വാക്കുകൾ പോലും ഞാൻ കേൾക്കില്ല. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം നമ്മൾ തേടിയ കള്ളൻ നമ്മളെ അന്വേഷിച്ചു വന്നിരിക്കുക. സാർ പോയിന്റാ പറഞ്ഞേ സാറേ. ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. അയ്യോ കീക്കോ, നീ ആ മലമുകളിൽ നിന്നും താഴെ വീണതല്ലേ? പിന്നെ നീ എങ്ങനെയാ മുകളിലോട്ട് വന്നത്? ഞാൻ താഴെ വീണില്ല ടെമ്പോ അണ്ണ. ഞാനൊരു മരത്തിന്റെ ശാഖയിൽ പിടിച്ചു നിന്നതാ. ഞാൻ സ്ലിപ്പായത് സത്യമാണ്. പക്ഷേ എന്നെ സഹായിക്കാൻ സൂപ്പർ സ്പീഡോ അവിടെ എത്തി. അവന്റെ സഹായത്തോടെ ഞാൻ മുകളിൽ കയറി വന്നു. അയ്യോ കീക്കോ, ഇതുപോലുള്ള കാര്യങ്ങളിൽ നീ വലിയ മാസ്റ്റർ ആണെന്ന് സമ്മതിച്ചു. ഞാനല്ല, ഇത്തവണ എല്ലാ സ്ട്രാറ്റജീസും യൂസ് ചെയ്തത് നമ്മുടെ സൂപ്പർ സ്പീഡോയാ. അത് നീ പറഞ്ഞത് ശരിയാണ്. സൂപ്പർ സ്പീഡോ, യു ആർ ഹീറോ തന്നെ. ആ സൂപ്പർ സ്പീഡോ നീ എന്റെ സഹായത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായി തീരുമെന്നറിയില്ല. മടി, അങ്ങോട്ട് നോക്കൂ. തോടുപോടു ഗൺ പോയിന്റിൽ മേയറിന് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്താണ് തോടുപോടു വീണ്ടും എത്തിയെന്നോ? മമ്മി രക്ഷിക്കണേ.